എറണാകുളം കത്രക്കടവിൽ വ്യാപാര സമുച്ചയത്തിന് തീപിടിച്ചു എന്ന വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ആളപായമില്ല. മംഗലത്ത് ടൂൾ ആൻഡ് ഹാർഡ്വെയർ എന്ന സ്ഥാപനത്തിലാണ് ആദ്യം തീപിടിച്ചത്. ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീയണച്ചു. ഷോർട്ട് സർക്യൂട്ട് ആവാം തീപിടുത്തത്തിന് കാരണം എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. അമൽ സുരേന്ദ്രൻ സംഭവ സ്ഥലത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, വലിയ തീപിടുത്തമാണ് ഉണ്ടായത്. റീജിത്ത്, ഒരു വലിയ തീപിടുത്തം തന്നെയാണ് ഉണ്ടായത്. പക്ഷേ ആ തീപിടുത്തത്തിന്റെ ആഘാതം അത്രമാത്രം ഇവിടങ്ങളിൽ ബാധിക്കാത്തതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇന്ന് മഴയുണ്ടായിരുന്നു. പിന്നെ സമയോചിതമായിട്ട് നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും ഇടപെടൽ ഉണ്ടായതുകൊണ്ടാണ് വലിയൊരു അപായം ഇവിടെ ഉണ്ടാവാതെ പോയതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏതായാലും ആളപായമൊന്നും ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആർക്കും പരിക്കുമില്ല. ഇന്ന് 4:15 കൂടിയാണ് ഇവിടെ അപകടമുണ്ടാകുന്നത്. കത്രിക്കടവിലുള്ള മംഗലത്ത് സ്റ്റോഴ്സ് എന്ന ഹാർഡ്വെയർസും പെയിന്റും ഒക്കെ വിൽക്കുന്ന ഒരു കടയിലാണ് ആദ്യമായിട്ട് തീപിടുത്തം ഉണ്ടായത്. ഇവിടെ ഉണ്ടായ ഷോർട്ട് സർക്യൂട്ട് ആവാം ഇത്തരത്തിലുള്ള വലിയൊരു തീപിടുത്തം ഉണ്ടാവാൻ കാരണമെന്നാണ് നാട്ടുകാരെല്ലാം പറയുന്നത്. തൊട്ടടുത്തുണ്ടായിരുന്ന കടകൾക്കും തീ പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ തന്നെ ചോദിക്കാം, ചേട്ടാ, എപ്പോഴായിരുന്നു തീപിടുത്തം ഉണ്ടായത്? എങ്ങനെയായിരുന്നു? എനിക്കറിയത്തില്ല, 4:45 ആയി കാണും. നിങ്ങളിപ്പോ ഇവിടെ തീ പിടിക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു, എങ്ങനെയായിരുന്നു? ആളുകളായിരുന്നു. ഞാൻ അറിഞ്ഞിട്ട് രണ്ടാമത് വന്നതാണ്. ഇവിടുത്തെ കുറച്ച് സ്റ്റാഫുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ പെട്ടെന്ന് ഇവർ നോക്കുമ്പോൾ ഒരുപാട് കറുത്ത പുകയും കാര്യങ്ങളൊക്കെ വന്നിട്ട് എന്താണെന്ന് നോക്കാൻ വേണ്ടി പോയി. ഇപ്പം എന്തോ ഷോർട്ട് സർക്യൂട്ട് ആയതാണെന്ന് തോന്നുന്നു. പിന്നെ ഈ കടയ്ക്കുള്ളിൽ ഒരുപാട് പെയിൻറ്റ്, സ്പ്രേ പെയിൻറ്റ്, അതുപോലെ തിന്നറുകൾ, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് തീ ആൾ കത്തുകയാണുണ്ടായേ. വലിയൊരു അപകടം തന്നെയാണ് ഇന്നലെ. അത്യാവശ്യം വലിയൊരു അപകടമാണ്. ആളപകടങ്ങളൊന്നും ഉണ്ടായില്ല എങ്കിലും ഒരുപാട് അത്യാവശ്യം നല്ലൊരു അപകടമാണ് ഉണ്ടായത്. അതുപോലെ അകത്ത് ഒരുപാട് പുകയും കാര്യങ്ങളൊക്കെ വന്ന് ആ ചുമര് ഇപ്പോഴും ചൂടുണ്ട്. ചുമരിൽ അതുപോലെ ഒരുപാട് വെടിച്ച് കീറിയിട്ടുണ്ട് ചുമര്. ഇവിടുത്തെ ചുറ്റുപാടും ഉണ്ടായിരുന്ന ഇലക്ട്രിക് ലൈനുകളൊക്കെ ഉണ്ടായിരുന്നു, അതിനെല്ലാം തീ പിടിച്ചിരിക്കുകയാണ്. കേബിൾ ലൈനുകളെല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുന്നു. ഏകദേശം ഇവിടങ്ങളിലെല്ലാം താൽക്കാലികമായിട്ട് വൈദ്യുതി വിച്ഛേദിച്ചിരിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. ഏതായാലും ഇപ്പോൾ തീ നിയന്ത്രണ തീപിടുത്തത്തിന്റെ കാരണം എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. എന്തായാലും തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമാണ്. അമൽ സുരേന്ദ്രൻ സംഭവ സ്ഥലത്ത് നിന്ന് വിശദാംശങ്ങൾ, പ്രതികരണങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.